നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷനും നീക്കി. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? ഇനി അതിന്റെ 14 മുതലാണ് 6-14 മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. വേർപാടാ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ കൂട്ടായ്മയാ. പിന്നെ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തോ പൊരുത്തം. അടുത്തത്, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ ഓഹരി. വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്താ ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? പണ്ടൊരുത്തം വായിച്ചു കൊടുത്തു, ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോഗ്യത. വായനക്കകത്തുണ്ട്. ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോഗ്യത. പ്രസംഗിച്ച പുള്ളിക്കും തിട്ടമില്ല. പുള്ളി പറഞ്ഞു എന്തൊരു യോഗ്യത. സ്തോത്രം. വേർപാട് പാലിക്കണം. കുറിക്കുന്നതൊക്കെ പിന്നെ കുറിക്കുക, അതല്ലേ ഈ കുഴപ്പം. വായിച്ചു. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. ഈ കെട്ടിടമല്ല, ബിൽഡിംഗ് അല്ല, മെറ്റീരിയൽ അല്ലിത്. ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങളും ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കാൻ. സ്തോത്രം. ഈ വനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകന്. അപ്പൊ ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തു. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. അടുത്ത വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കും. ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുമെന്നാ ദൈവം പറയുന്നത്. എല്ലാവരുടെ ഇടയിലൊന്നും ദൈവം നടക്കുകയല്ല. കുട തെറ്റി കിടക്കുന്നവന്റെ ഇടയിൽ കൂടെ അങ്ങനെ ദൈവം നടക്കുന്നത്. വേർപാടും വിശുദ്ധിക്കും കാത്തു പാലിക്കുന്നവന്റെ ഇടയിൽ കൂടി ഞാൻ പിന്നെ വായിരുമോളെ, ഞാൻ അവർക്ക് ദൈവവും. ദൈവം പറയും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ്. വേർപെട്ടിരിക്കണം, വേർപാട് പാലിക്കണം. ആമേൻ. നീ അവരുടെ നടുക്ക് കസാര ഇട്ടോണ്ട് സോറാ പറഞ്ഞിരിക്കരുതെന്നാ നാടൻ ഭാഷയിൽ പറയുന്നത്. ഓണക്കളിക്ക് നീയും പോയിരിക്കുക, കളിക്കുന്നില്ലെങ്കിലും പോയിരിക്കുക. എന്നിട്ട് പാടുക, എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത പാടിക്കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിലും ഏലായിട്ട് മോഷ്ടിക്കുന്നതിലും കുറ്റമാ മോഷണ സാധനം. മനസ്സിലായോ? സ്തോത്രം. നന്നായിട്ട് വേർപാട് പാലിക്കണം ദൈവ മക്കള്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷെ നീ ആരാധന പഠിക്കാച്ച് ബൂത്തിനകത്ത് പോയിരിക്കരുത്. അതിനവര് പാർട്ടിക്കാർ വേറെ ആളിനെ സെലക്ട് ചെയ്തോളും. നീ പറയണേ എനിക്ക് ആരാധനയുണ്ടെന്ന്. നീയും പോയി ഇവിടെ ചൂടും പിടിച്ച് ഇരിക്കുക. എന്നതാടാ അവന്റെ പെന്തിക്കോസ്. എന്നിട്ട് അവൻ ഞായറാഴ്ച സ്റ്റേജ് വന്നു വെച്ചാ ആ തീ കത്തട്ടെ. ഏത് തീ?
ആ തീ കത്തും. സംഖ്യ 16 കത്തിയ തീ 250 എണ്ണത്തിനെ ഒന്നിച്ച് ദഹിപ്പിച്ചു. വേർപാട് പാലിക്കണം. വായിച്ച മോളെ. അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. വേർപാട് പാലിക്കണം. അശുദ്ധമായതൊന്നും തുടരുത്. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും ആകുള്ളൂ. അല്ല ഞാൻ പെന്തിക്കോസാ, പാസ്റ്ററുടെ മോനാ, പാസ്റ്ററുടെ മോളാ, എന്റെ വല്യപ്പൻ പാസ്റ്ററാ, ഞങ്ങൾ കുടുംബക്കാരാ എന്ന് ഇവിടേക്കുന്ന കേസല്ല. നീ ഈ വിധത്തിൽ വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിച്ചാൽ ദൈവം പറയാ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് 7-ാം അധ്യായത്തിൽ പറയാ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് മേളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ ധരിക്കണം. ഈ വേർപാട് ഉപദേശം വളരെ ശക്തമാണ്. ഇപ്പം വേർപാട് ഉപദേശം പറയത്തില്ല, മുഴുവൻ തുള്ളക്കാരിറങ്ങിയിരിക്കുക. എല്ലാം ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ഞൻ നമ്പ്യാരുടെയാ, നമ്മുടെ നല്ല ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ്. പഠിച്ചിട്ടില്ലേ? അമ്പലപ്പുഴ അമ്പലത്തില് കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി മിഴാവ് കൊട്ടുകാരനാണ്. ചാക്യാർ കൂത്ത് പറഞ്ഞപ്പോ ഈ പാവതാനം ഉറങ്ങിപ്പോയി. പുള്ളി വടക്കുള്ളതാ, കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാരെന്നാണ്. എങ്ങണ്ടിയൂര്, തൃശ്ശൂര് എങ്ങണ്ടിയൂര്. പുള്ളി അവിടെ നിന്ന് അമ്പലപ്പുഴ വന്ന ചരിത്രമൊന്നും ഇപ്പൊ പറഞ്ഞല്ലേ, സ്കൂളിൽ പഠിച്ചതല്ലേ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ കൂത്ത് കണക്കാ. ചാക്യാർ കൂത്ത് പറഞ്ഞ് പാവതാൻ ഉറങ്ങിപ്പോയി, മിഴാവ് കൊണ്ട് കൂത്തല്ലേ. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെ നോക്കിയിട്ട് പുള്ളി നമ്പ്യാർക്കിട്ട്. അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് അയാൾക്ക് അങ്ങ് മനോവേദനയായി. അയാൾ ഒട്ടും അമാന്തിച്ചില്ല. രാത്രി പോയിരുന്ന് പുത്തൻ കഥ ഉണ്ടാക്കി. തൊട്ടപ്പുറത്ത് അടുത്ത ദിവസം അങ്ങേ തലയ്ക്ക് പുള്ളി പോയി ഓട്ടം തുള്ളൽ. അങ്ങനെ തുള്ളൽ പ്രസ്ഥാനം, കല്യാണ സൗഗന്ധികം. അപ്പൊ വ്യത്യസ്തമായൊരു കല അപ്പുറേ നടക്കുന്നത്. ചാക്യാരുടെ കൂത്തിന് വന്നവരെല്ലാം നേരെ അങ്ങോട്ട് പോയി. നമ്മളിപ്പം സഭ തുടങ്ങുന്നത് പോലെ നേരെ അപ്പുറം കല്യാണ സൗഗന്ധികം ഒറ്റ രാത്രി കൊണ്ടെല്ലാം ക്രമപ്പെടുത്തി. ഭീമൻ പൂ പറിക്കാൻ പോകുന്ന ആ ചരിത്രം പഠിച്ചിട്ടില്ലേ? ഇവിടെ സ്കൂളില്ലേ? നടന്നങ്ങോട്ട് പോയപ്പോ മഴ കുരങ്ങൻ കിടക്കുന്നു. നമ്മൾ പഠിച്ചല്ലേ? നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മറക്കടാ നീ അങ്ങ് മാറിക്കിടാ ഷെടാ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചല്ലേ? ചാട്ടത്തിൽ നിന്നും പഴച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്ത നന്ദോളം നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് നീ. അത് നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചു. പുള്ളി കിടന്ന കിടപ്പിൽ കുരങ്ങൻ തിരിച്ചു പറഞ്ഞു. അതും പഠിച്ചതാ. മർക്കടൻ എന്ന് നീ ധിക്കരിക്കണ്ടോ, മർക്കടന്മാരിൽ മുഷ്കരന്മാരുണ്ട്. പണ്ടൊരു മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തൻ ചരേന്ദ്രന്റെ വാലുകൊണ്ട് ആശു വരിഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പൊക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻകേളികാനനം തല്ലി തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേരുകാക്ഷിയ വൈദേഹി തന്നെ സങ്കലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തഞ്ചരേന്ദ്രന്റെ തേർതട്ടലന്മാർ ചാടിക്കരയിട്ട് ചണ്ടമായുള്ളൊരു പാണിതലം കൊണ്ട് 2 സ്ഥലങ്ങളിൽ താടനം ചെയ്തതും ഒടി പറഞ്ഞ മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതികൾ ഞാൻ അറിയുന്നവർ പലരുണ്ട് പാണ്ഡവ അടച്ചെടുക്കരുത്. ഇതെല്ലാം നമ്പ്യാർ ഒറ്റ രാത്രിക്ക് ഒപ്പിച്ചു. എന്നിട്ട് പുള്ളി നിന്നങ്ങ് വളർന്ന് കാണിച്ചെന്നാ നമ്പ്യാർ എഴുതിയേക്കുന്നത്. സ്കൂളിൽ പഠിച്ചതല്ലേ? ഭീമന്റെ അകവാള് വെട്ടിപ്പോയി. അയാൾ നിന്ന നിപ്പിൽ അങ്ങ് വളർന്നു. എനിക്കതെല്ലാം ചൊല്ലിയാ കൊള്ളാന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ഉദ്ധതമതിതരപതിതന്നുടവാക്കുകൾ ഇങ്ങനെ കേട്ടു. ബുദ്ധിയിലധികരിവകലർന്നു ഭൂകമിയർന്നു ഹനുമാൻ വർദ്ധിതതരതവള ഹിമാചല സന്നിപതുങ്ക ശരീരം നെടുതാകന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുട നയനങ്ങളും അമ്പൊടി ചേമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങനെ ദന്തകതമ്പം ചടല സ്ഫുട സടകളും ഇട കലരുന്ന ഭയങ്കര മുഖവും പരികത്തോട് പടപരുതിയിടിന പൃഥുതര കരദണ്ഡയുഗം പഠിച്ചതാ. അപ്പൊ ഇതെല്ലാം ഒറ്റ രാത്രിക്ക് ചിട്ടപ്പെടുത്തി വെച്ച് പുള്ളി അപ്പറേ ഓട്ടം തുള്ളൽ എത്ര എണ്ണ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ? തുള്ളൽ എത്ര എണ്ണ തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കലക്കത്ത കുഞ്ഞൻ നമ്പ്യാര്. അങ്ങനെ എഴുതിയപ്പോൾ ശരി കിട്ടത് 2 മാർക്കായിരുന്നു തോന്നല്ലേ? ആ കിട്ടിയതാണാ. അടുത്ത ചോദ്യം,
തുള്ളൽ എത്ര തരം? ഏതൊക്കെ? ആൻസർ തുള്ളൽ 3 തരം. ഏതൊക്കെ? ഓട്ടൻ, ശീതങ്കൻ, പറയൻ. സ്കൂളിൽ പഠിച്ചതല്ലേ? ഓട്ടം തുള്ളല്, ശീതങ്കൻ തുള്ളല്, പറയൻ തുള്ളല്. സ്കൂളിൽ പഠിച്ചത്. അപ്പൊ ഈ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പിയാരാ, നമ്മളല്ല. ഇപ്പൊ പക്ഷേ തുള്ളൽ പ്രസ്ഥാനമല്ല, നമ്മളും കോൺട്രാക്ട് ചുമ്മാ വനങ്ങ് തുള്ളിക്കുക. ഞാൻ തുള്ളലിനെതിരല്ല, നീ ഉപദേശത്തിൽ നിന്ന് തുള്ളണം. ചുമ്മാ കയറി തുള്ളരുത്. ചുമ്മാ തുള്ളിയാ നീ ഒഴയും. എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ. വചനം കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ, ഉപദേശത്തിൽ നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ഈ വചനം കേൾക്കുമ്പോൾ, അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെങ്കിൽ, എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത്, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം. പക്ഷെ ചുമ്മാതുള്ളരുത്, ചുമ്മാതുള്ളരുത്. തുള്ളൽക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടം വരും, ശീതങ്കം വരും. സ്തോത്രം. വളരെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ വേർപാട് പാലിക്കണം. വേർപാടിന്റെ ഉപദേശം പറയണം. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുക. ഇപ്പൊ തന്നെ പലരുടെ മുഖത്തിന്റെ ഒരു മ്ലാനതയും ഒരു വല്ലായ്മയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. അത് നല്ല ചിരിയല്ലെന്നും എനിക്കറിയാം. എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയാം. ഒരു ചെറിയ എനിക്ക് 10-32 കൊല്ലമായിട്ട് ഈ ശ്വാസം പറ്റി വിശ്വസിക്കുന്നേ. ഈ പുതിയ ഡോക്ടറെക്കാളും പഴയ രോഗിക്ക് മരുന്ന് തിട്ടം. അതെ, മെഡിക്കൽ കോളേജ് 30 വർഷമായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് അറിയാം ഏതൊക്കെ വാർഡ് എവിടെയൊക്കെയാണ്. പുതുതായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചു വന്ന ഡോക്ടർ കത്തറോ ഡോക്ടർ അമ്മയോട് ചോദിക്കുക, അമ്മ ഓർത്തോയിൽ എങ്ങോട്ടാ പോകുന്നത്? അണ്ട് താഴോട്ട് ഇറങ്ങിച്ച് മേലോട്ട് കയറി 3ാമത്തത്. അമ്മ കൃത്യം പറയും അല്ലേ? അമ്മ 30 കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജിൽ രോഗിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ നാളൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും. വേർപാട് ഉപദേശം ചിലർക്ക് ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ല. അത് പറയുന്നവരോടും അങ്ങനെ വലിയ ചുമ്മാ വന്നങ്ങ് ഇളക്കുക. ചില പുള്ളിയെ നമുക്ക് വിളിക്കുക ഇളക്കും കേട്ടോ. ഇളക്കുകാരെ കേറ്ററിംഗുകാർക്ക് ആവശ്യം. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്. ഒലത്തിറച്ചി ഇളക്കണം, അടി പിടിക്കരുത്. താഴെ ഹോട്ടലാ, അവിടെ ഇളക്കുകാരെ ആവശ്യം കാണും. വെജിറ്റേറിയൻ ചിലപ്പോൾ പായസം കാണുമല്ലേ, അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കണം. ഇളക്കാരെയല്ല നമുക്ക് താഴോട്ട് വിടണം. ഈ വചനം കേട്ട് ഇളകണം. ഞാൻ പറയാം, വചനം കേൾക്കുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. വേർപാടിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആരെയും മുഖം നോക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഞാൻ ഓടിച്ച് നിർത്താം. അപ്പോൾ ആഭിചാര യാക്കോബിന് പറ്റാത്തതിന്റെ 1ാമത്തെ കാര്യം വേർപാട് പാലിച്ചു. ഇനി കമ്പിവാചകം പോലെ 2 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതേ ഒക്കുള്ളൂ. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ 2ാമത്തെ കാര്യം ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി, അത് ആഭിചാരം വെക്കാത്തതിന്റെ 2ാമത്തെ കാര്യം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1, ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം വേർപാട് പാലിക്കുന്നു. 2, ആഭിചാരം പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 1, ഈ യാക്കോബിന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. ഈ ഭാഗം ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പം വേറെ വാക്യങ്ങളൂടെ ചേർത്ത് കോർത്ത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് അധികം ദീർഘമാകുന്നില്ല. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന് 2ാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവനുണ്ട് യാക്കോബിന്, ഇസ്രായേലിന്. എന്നാൽ ഇസ്രായേൽ മക്കളെ പറ്റി നിങ്ങൾ ആ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചിരിക്കുന്നെന്നാണ് വായിക്കുന്നത്. വായിച്ചേ, സംഖ്യ 21-4 മുതൽ വായിച്ചേ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ഇവിടെ ക്ഷീണിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. മനസ്സ് ക്ഷീണിക്കുമ്പോൾ ശരീരവും ക്ഷീണിച്ചു. വിശദീകരിക്കുന്നില്ല.
21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്ന്. പക്ഷെ 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വന്നപ്പോ കാട്ടുപോത്തിന് തുല്യ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഇവര് ബലപ്പെട്ടു. 21-4 ക്ഷീണിച്ചവർ 23 വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലം. അത് ഞാൻ ഓടിച്ചു പറയാം. 3 പോയിന്റ് പറയാനൊക്കത്തില്ല, 2 അങ്ങ് നിർത്താം. ഗുണമാകാനാന്നേ 2 മതി, 2 വേണ്ട 1 മതി. 21-4 ഇവർ ക്ഷീണിച്ചു. 23-ന്റെ 22-ന്റെ 2-ാം ഭാഗത്തിൽ കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21-4 ഇവർ ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിശ്രയിച്ച് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവും ഇല്ല, വെള്ളവും ഇല്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകും. ഈ മന്നയ്ക്കെതിരെ ഉടക്കുണ്ടാക്കി. ഇതൊക്കെ എടുത്ത് നിന്ന് പറയേണ്ട ഭാഗമാണ്. മന്നയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കി. സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. മന്ന സ്വർഗീയ ധാന്യമാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ്. ഇവര് തിരസ്കരിച്ചു. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴലാണ്. അത് തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദൈവം അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് ഇവനെ എല്ലാം കടിക്കാൻ തുടങ്ങി. ഈ സർപ്പം വന്ന് IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാണോ നോക്കിട്ടില്ല കടിക്കുന്നത്. ഓടക്കൊണ്ടാക്കിയവനെ എല്ലാം കയറി കൊത്തി. അച്ഛൻ ചർച്ച കോഡാണോ? അത് എന്നാ കൊത്തുന്നില്ല. എന്നാ പിന്നെ എവിടെ? ഞാൻ സ്വതന്ത്ര സഭക്കാരനെ കൊത്താൻ പോവാ. അങ്ങനെയാണോ പാമ്പ് വരുന്നത്? പിന്നെ ഇത് വല്ല വിഷയമാണോ? പ്രശ്നം ഉണ്ടാക്കിയവൻ എല്ലാം കയറി കടിച്ചു. അപ്പൊ ഈ ആദ്യം കടി കിട്ടിയവൻ ചത്തു വീണു. പിന്നെ കടി കിട്ടിയവൻ പേടിച്ചോടുന്നു, വേദന കൊണ്ട് ഓടുന്നു. പിന്നെ ഉള്ളവര് കടി കിട്ടാതിരിക്കാൻ ഓടുന്നു, ഇങ്ങനെ ഓടി. അപ്പം മോശ കവളിന് വീണ് ദൈവമേ ഇതെന്തോ ഇത്? അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ, പിത്തള സർപ്പത്തെ ഉയർത്ത്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവനെല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ നടല അങ്ങനെ രക്ഷപ്പെട്ടു. വിശദീകരിക്കുന്നത് രക്ഷപ്പെട്ട് ഒടുവിൽ പിന്നെ കടിയെല്ലാം കിട്ടി. കുറച്ച് പേര് അകത്ത്, കുറെ പേര് വേദന കൊണ്ട് ഓടി, കുറെ പേര് കടി കിട്ടാതെ ഓടി. പിത്തള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കി രക്ഷപ്പെട്ടു. പിന്നെ ഇവരെ ബേരിലോട്ട് കൊണ്ടുവന്നു. ആ 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചേ സിസ്റ്ററെ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം ഓടി. അതുകൊണ്ടാ പറഞ്ഞ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു, എല്ലാരും വിളിക്കാൻ പറഞ്ഞു. അനന്തരം അവര് ബേരിലേക്ക് പോയി. ദൈവം മോശ പറഞ്ഞു ജനത്തെ ഒന്നിച്ച് കൂട്ടുക. പിന്നെ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ കിണറ്റുകാരല്ല ഒന്നിച്ചു കൂട്ടിയത്. ബേരിൽ കിണർ, ബേരിൽ ഇവിടുത്തെ കിണറിൽ എല്ലാം വരാൻ പറഞ്ഞു, ഓടി വരാൻ പറഞ്ഞു. എല്ലാം വന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങി വാ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാരെ കുടിച്ച കിണർ, ജനശക്തന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ട് കൊണ്ട് കുത്തിയ കിണർ എന്ന പാട്ട് പാടി. ഇത് മണിക്കൂറുകൾ എടുത്ത് വേറെ വാക്യം ചേർത്ത് കോർത്താ പ്രസംഗിക്കേണ്ടത്. ഒറ്റ വാക്കിലങ്ങ് പറയാം. ഈ ബേരിലെ കിണറ്റിന്റെ ചുറ്റും വന്നേച്ച് പറഞ്ഞ് കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വരാൻ. കിണർ പൊങ്ങി വരാൻ പറഞ്ഞതിന്റെ അർത്ഥം വെള്ളം പൊങ്ങി വരണമെന്നാണ്. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാർ കുത്തിയ കിണറാണ്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ ഇപ്പൊ നേരമല്ല. ഒറ്റ വാക്യം പറഞ്ഞ ഈ കിണർ കുത്തിയത് അബ്രഹാം. കാരണം ഉൽപ്പത്തി 23-ൽ ഹിത്യര് അബ്രഹാമിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണെന്ന്. അബ്രഹാം കുത്തിയ കിണറാണ്. പിന്നെ ജനശ്രേഷ്ഠന്മാര് അത് ഞാനിപ്പോ എടുക്കുന്നില്ല. ഈ ഒറ്റ പദം എടുക്കുക. പ്രഭുക്കന്മാര് കുത്തിയ, ഇത് അബ്രഹാം കുത്തിയ കിണറാണ്. അതെന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഒരു ജോലിയില്ല, എന്നാ 3-4 കിണർ അങ്ങ് കുത്തിയേക്കാം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. അബ്രഹാമും ദൈവമായിട്ട് ഒരിക്കലും ഒരു ഏകപക്ഷീയ ഉടമ്പടി യാഗം നടത്തി. ഉൽപ്പത്തി 15 കുറുപ്രാവിനെ പിളർന്നില്ലെന്നൊരു വാക്യമുണ്ട്. അതുകൊണ്ടൊന്നും വല്ല റാഞ്ചൻ ഇറങ്ങിയത്. യിരെമ്യാ പ്രവചനം എടുത്ത് പറയേണ്ടതാ. പോട്ടെ, ആ പക്ഷി എടുക്കുന്നില്ല. എന്തായാലും കൊള്ളാം. റാഞ്ചൻ പക്ഷി ഇറങ്ങി, അബ്രഹാം അതിനെ ആട്ടി, ഉടലിന്മേലിറങ്ങി ആട്ടി, തീച്ചൂളയും പുകയും. അന്ന് രാത്രി ദൈവം ഇടപെട്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമെ പേടിക്കൊന്നും വേണ്ട. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത, നിനക്ക് സന്തതിയെ തരും. ആ സന്തതി പ്രവാസികളായി പോകും. സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷത്തോളം അവര് പ്രവാസികളാകും. എന്നിട്ട് ഇങ്ങനൊരു പണം പറഞ്ഞു, 4ാം തലമുറക്കാർ ഇതിലേ വരും. 4ാം തലമുറക്കാർ. സന്തതി ഇല്ലാതിരുന്ന കാലത്താ ദൈവം പറഞ്ഞു. ഇസ്മായേല് പോലും ജനിച്ചിട്ടില്ല. ഇസ്മായേൽ 16-ലാണ് ജനിക്കുന്നത്. ഇത് 15-ലെ സംഭവമാണ്. പക്ഷെ അബ്രഹാം ഇത് വിശ്വസിച്ചു. ദൈവമല്ലേ പറഞ്ഞേ.
അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസം കണ്ടാൽ സന്തതിയെ കണ്ടു. റോമാലേഖനം പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നിങ്ങൾക്ക് ശരീരത്തിൽ അല്പം ക്ഷീണം കാണും, ഷുഗറും കൊളസ്ട്രോളും മറ്റും തീരെ ഉള്ളത് കൊണ്ട് കാണും, പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അബ്രഹാം ഇത് വിശ്വസിച്ചു. വേല ചിന്തകന്മാര് പറഞ്ഞു അബ്രഹാം വിശ്വാസം കണ്ട തലമുറയെ കണ്ടു. ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, യാക്കോബിന്റെ 12 പിള്ളാരെ കണ്ടു, ആ കൊച്ചുങ്ങൾ 70 പേരെ കൊണ്ട് പോകുന്ന കണ്ടു. പിന്നെ തിരിച്ച് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ വരുന്നത് അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. അപ്പൊ ദൈവം പറഞ്ഞു 4ാം തലമുറക്കാർ ഇതിലെ വരും. അപ്പൊ അവറാച്ചന് മനസ്സിലായി, എന്റെ മക്കളുടെ മക്കളും കൊച്ചുമക്കളെല്ലാം കൂടെ മിസ്രയീം പുറപ്പെട്ട് ഇതിലേ വരുമ്പോ അതുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. അതുകൊണ്ട് വിശ്വാസത്താൽ കിണർ കുത്തി. ഇതിലെല്ലാം വാക്യമുണ്ട്, എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസത്താൽ അതാ പ്രഭുക്കന്മാർ കുത്തിയ കിണർ. പിന്നെ ഇസഹാക്കിന്റെ ഒക്കെ കാലം വന്ന മണ്ണിട്ട് നികത്തി. അതൊക്കെ എടുത്താൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നിങ്ങൾ വേണേ ഇരിക്കും, എന്നാലും നിങ്ങൾ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അയാൾ അല്ലെങ്കിലും അങ്ങനെ സമയത്തും കാലത്ത് ഒന്നും നിർത്തുകയില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. വിശ്വാസത്താൽ കിണർ കുത്തി. അങ്ങനെ ഇവര് പിന്നെ മണ്ണെല്ലായിട്ട് നികത്തി. ഇത് മണ്ണടിഞ്ഞു പോയി. പക്ഷെ ഇത് വാറ്റത്വത്തിന്റെ കിണറായതുകൊണ്ട് ഒന്നിച്ച് കൂട്ടി വെച്ച് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. കിണറേ പൊങ്ങി വാ, കിണറേ പൊങ്ങി എന്ന് പറഞ്ഞ വെള്ളം പോയി. ഇവർ ഒന്നിച്ച് നിന്ന് ഏകാത്മാവ് നിറഞ്ഞ് പാടി. ഒന്നിച്ച് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. നിങ്ങൾ ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഏക മനസ്സുള്ളവരായി ഒന്നിച്ച് പാടിയാൽ വെള്ളം പൊങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ ഒന്നിച്ച് ചേർന്ന് കിണറ്റിൻകര നിന്ന് പാട്ട് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവർ കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറി കാട്ടുപോത്തിന് തുല്യ ബലം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാൽ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ആത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാഭിചാരോ പറ്റത്തില്ല. ത്തിൽ 3-ാമനാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തോടെ എന്റെ ഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് അവൻ സകലതും മറന്ന് അവൻ ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ അവൻ വചനത്തിന്റെ വ്യവസ്ഥയിൽ ആത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ആഭിചാരവും പറ്റുകയില്ല, ഒരു ലക്ഷണവിദ്യ ഫലിക്കത്തില്ല. നീ ആത്മാവിൽ ബലപ്പെട്ടാൽ അവൻ സകല കെട്ടുംപൊട്ടും. ആഭിചാരത്തിന്റെ ശക്തികൾ അടിക്കും, മന്ത്രവാദത്തിന്റെ ശക്തികൾ അടിക്കും, ശുദ്ര പ്രയോഗങ്ങൾ അടിഞ്ഞുമാറും. നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, നിനക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല പോരുകൾ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മബലത്തിൽ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ദൈവത്തിന്റെ പൈതല് ഒരു ആഭിചാരം നിനക്ക് പറ്റത്തില്ല. അർമതി വൈഡാരാജ വൈഡപ്രമന അടകട്ടി മടകട്ടി നടകട്ടി നൂടിത ധീര രഹസ്യ ദുലേ ദലേ ദിവിക്കവരവടവല ധീരവടവല വച്ചസി. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി, നമ്മുടെ പോരിന്റെ ആയുധ ജടീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. ഒടുവിൽ കർത്താവിനും ആവിധബലത്തിൽ ശക്തിപ്പെട്ട് ഈ ഷാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാ. അംശജാല വൈഡപടപടബലവ ദിരിപികപടപടബല അടയാ രഗത എല്ലാ പോരുകൾ അറിയട്ടെ. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. നന്ദി കർത്താവേ, നന്ദി 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 നന്ദി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ പ്രാണനെതിരെ, ആയുസ്സിനെതിരെ, ആത്മിക ശുശ്രൂഷകൾക്കെതിരെ, ആത്മ മണ്ഡലങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ ഈ രാത്രി അടിയട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ പോരുകൾ അടിയട്ടെ.
വീരവക്ഷ സൈതർക്കമാന അന്തൽ വൈഡിവി കമ്പലപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും വൈകിട്ടും ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ബഹുമാന്യ കർത്തദാസനും കുടുംബത്തിനും മറ്റു ദൈവവൃത്തന്മാർക്കും എല്ലാം നന്ദി.